മുനീർ പതിനാറാം സുഖമല്ലേ? നൂറ്റാണ്ട്. എടാ അത് മുനീർ എത്രാം നൂറ്റാണ്ട്? ഒന്നാം തലേ തുണി നൂറ്റാണ്ട്. എന്തിനാ ഇടുന്നേ നീ? ഒന്നാം നൂറ്റാണ്ടിലെ താങ്കൾ എന്തിനാ തലേ യേശുക്രിസ്തുവാടാ. തുണി ഇടുന്നേ? താങ്കൾ എന്തിനാ തലേ തുണി ഇട്ടുകൊണ്ട് നടക്കുന്നത്? ലോഹറ്റാർക്കട് ഈ കന്യാസ്ത്രീകൾ എന്തിനാണ് വസ്ത്രം? യേശു ലോഹ ഇട്ടെന്ന് ആരാ താങ്കളോട് പറഞ്ഞത്? യേശു ലോഹ ഇട്ടെന്ന് ആരാ താങ്കളോട് പറഞ്ഞേ? യേശു ലോഹട്ടു ഞാൻ പറഞ്ഞത്. യേശു ലോഹ ഇട്ടെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? കേൾക്കടാ ഉം ആദ്യം പറയുന്നത് കേൾക്കടാ. ഉം നിന്റെ പറ പള്ളിയിലച്ചന്മാരും അബ്ദുള്ള പറ. കന്യാസ്ത്രീകളും എന്തിനാടാ ഇതേ അവര് വസ്ത്രത്തിൽ തലയിൽ നടക്കുന്നത്? തുണിയിട്ടുകൊണ്ട് നടക്കുവാണോ? അച്ഛന്മാര് തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കുവാണോ? തുണിയില്ലെങ്കിലോ ബാക്കിയുള്ള മുഴുവല്ലടാ അറബികളുടെ വേഷം അതേമാതിരിയുള്ള അറബികളുടെ വേഷമാണ്. ആരാ നിങ്ങളോട് ഈ അറബികളുടെ വേഷമാണെന്ന് പറഞ്ഞ്? അറബികളുടെ വേഷമാണ് എന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? അല്ല പിന്നെ അച്ഛന്മാരിടുന്നത് അറബികളുടെ വേഷമാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? മുഹമ്മദ് എന്തിനാ ആയിഷയുടെ പെറ്റിക്കോട്ട് ഇട്ടുകൊണ്ട് നടന്നത് വഹി കിട്ടാൻ വേണ്ടി? മുഹമ്മദ് എന്തിനാ ആയിഷയുടെ പെറ്റിക്കോട്ട് മുഹമ്മദ് എന്തിനാ ഇട്ടുകൊണ്ട് നടന്നത്? മുഹമ്മദ് ഇട്ടോണ്ട് നടക്കുന്ന ഇസാറ് മാത്രമായിരുന്നു. ഒരു ഇസാറ് മാത്രമായിരുന്നു അത് പോഴ് മുനീറെ മുനീറെ ദേഷ്യപ്പെടല്ലേ മുനീറെ ദേഷ്യപ്പെടാ. നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? മുനീർ എന്തിനാ ദേഷ്യപ്പെടുന്നത്? താങ്കൾക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടോ? ബ്രദറിന് സിഹിർ ബാധിച്ചിട്ടുണ്ടോ? മുനീർ ബ്രദറിന് സിഹിർ ബാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അടങ്ങി ഒതുങ്ങി ഒന്ന് സംസാരിക്കാമോ? ഉത്തരം പറയുന്ന നിന്റെ പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും എന്തിനാടാ? അവർക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ഉണ്ട്. അവർക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ഉണ്ട്. അതിനുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കുന്നത്? ഞാൻ തുണിയിട്ട് തലയിൽ പുരുഷന്മാർ തുണിയിടുന്ന വിഷയത്തിലാണ് ഞാൻ ചോദിച്ചത്. മുനീറിനോട് ഞാൻ ചോദിച്ചത് തലയിൽ പുരുഷന്മാർ തുണിയിട്ടുകൊണ്ട് നടക്കുന്നതിന്റെ. മുനീറിനോട് ഞാൻ ചോദിച്ചത് തലയിൽ പുരുഷന്മാർ. മുനീറെ, താങ്കൾ മൈക്കിനുണ്ടായതല്ലോ. മുനീർ മൈക്കിനുള്ളതുണ്ടായതൊന്നും അല്ലല്ലോ. മുനീർ എന്തിനാ ഈ തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കുന്നത്? മുനീർ എന്തിനാണ് ഈ തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കുന്നത്? അതിന്റെ ചോദ്യത്തിന് ഉത്തരം പറ. പള്ളിയിലച്ചന്മാരല്ലല്ലോ ചോദ്യം. താങ്കൾ പള്ളിയിലച്ചനല്ലല്ലോ. താങ്കൾ ഒരു മുസ്ലിമാണ്. മുസ്ലിമിനോട് ചോദിച്ച ചോദ്യത്തിന് മറുചോദ്യമല്ല ചോദിക്കേണ്ടത്. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. താങ്കൾ എന്തിനാണ് സ്ത്രീകളെ പോലെ ഈ തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കുന്നത്? തലയിൽ തുണി എന്തിനാണ്? താങ്കൾ മുഹമ്മദിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയല്ലേ? താങ്കൾ സ്ത്രീകളെ പോലെ പെറ്റിക്കോട്ട് എന്താ ഇടാത്തത്? ആയിഷയുടെ തുണി ഇടുമ്പോൾ മാത്രമേ മുഹമ്മദിന് വഹി കിട്ടത്തുള്ളായിരുന്നു. ആയിഷയുടെ തുണി ഇടുമ്പോൾ മാത്രമേ മുഹമ്മദിന് വഹി കിട്ടത്തുള്ളായിരുന്നു എന്ന് പറയുന്നു. എന്തിനാണ് നിന്റെ പള്ളിയിലച്ചന്മാര് അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ ഈ വസ്ത്രം ഉപയോഗിക്കുന്നത് എന്തിനാണ്? കന്യാസ്ത്രീകൾ സാരി ഇടുന്നുണ്ടല്ലോ. സാരി ഇടുന്ന കന്യാസ്ത്രീകളെ കണ്ടിട്ടില്ലേ? എവിടെയാണ് കണ്ടിട്ടില്ല? സാരി ഇടുന്ന കന്യാസ്ത്രീകളെ താങ്കൾ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. എന്നാ ഞാൻ ചോദിക്കാം. അബ്ദുള്ള അടങ്ങിയിരി. ഇനി ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യ്. ഞാൻ തെളിയിക്കാമല്ലോ മുനീറെ, ഞാൻ തെളിയിക്കാമല്ലോ. മുനീറെ, സാരി ഇടുന്ന കന്യാസ്ത്രീകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ തെളിയിക്കാം. താങ്കൾ ഒന്ന് അടങ്ങിയിരി. അതാ പ്രൂവ് ചെയ്യാൻ പോവാ. അബ്ദുള്ളയെ അടങ്ങിയിരി. മുത്തബോയ് അടങ്ങിയിരി. ഇനി ഞാൻ ഗിയർ മാറ്റുവേ. ഒരാൾ പറയുന്നത് കേൾക്ക് മുനീറെ ഒന്ന് അടങ്ങി. സാം ബ്രദറെ ഐഫോൺ ആണോ? സാം ബ്രദറിന്റെ ഐഫോൺ ആണോ? അല്ലല്ല ആൻഡ്രോയിഡ്. ഐഫോൺ ആരുടെ കയ്യിലുള്ള? ഇവിടെ ആരുടെ കയ്യിൽ ഐഫോൺ? ഓക്കെ. എന്തിനാണ് പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും പറയാൻ പോവാണെന്ന് ഉത്തരം പറയാൻ പോവാ. അടങ്ങിയിരിക്കും. റേഡിയോ ഓഫ് ചെയ്യാൻ പറ. ഇനിയും അടങ്ങിയിരുന്നേ. ന്യൂക്ലിയർ ബ്രദറെ അതൊന്ന് ഹാൻഡിൽ ചെയ്യണേ.
ഈ എന്തുവാ പള്ളിയിലുള്ള അച്ഛന്മാരും അതുപോലെ തന്നെ കന്യാസ്ത്രീകളും ആരും ടോയ്ലറ്റ് ക്ലോട്ട് അപ്പിക്കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്നില്ല നിങ്ങളുടെ സ്ത്രീകളെ പോലെ. അപ്പിക്കുപ്പായം അതെ ഇടുന്നത് നിങ്ങളുടെ സ്ത്രീകൾ മാത്രമാണ്. മുനീർ അടങ്ങിയിരിക്കൂ, മുനീർ അടങ്ങിയിരിക്കൂ. അപ്പിക്കുപ്പായം ഇടുന്നത് നിങ്ങളുടെ സ്ത്രീകൾ മാത്രമാണ്. പിന്നെ പുരുഷന്മാരുടെ വിഷയത്തിലാണ് പുരുഷന്മാര് ഇപ്പം നിങ്ങളുടെ മുഹമ്മദിനെ പറ്റി പറയുകയാണെങ്കിൽ മുഹമ്മദിന് വീട്ടിനകത്ത് മുഹമ്മദിന് മുഹമ്മദ് അടങ്ങിയിരി അബ്ദുള്ള അടങ്ങിയിരി. നീ മൈക്ക് എടുക്കത്തില്ല അബ്ദുള്ള, നീ മൈക്ക് എടുക്കത്തില്ല. അടങ്ങിയിരി അബ്ദുള്ള, അവിടെ അടങ്ങിയിരി അബ്ദുള്ള, അടങ്ങിയിരി. നിന്റെ പ്രവാചകനാ തെണ്ടി, നിന്റെ പ്രവാചകനാണ് തെണ്ടി അബ്ദുള്ള, നിന്റെ പ്രവാചകനാണ് തെണ്ടി എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു കള്ളപ്രവാചകനായ വെറും അപ്പം മരിച്ചിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ഒരു ബാസ്റ്റേർഡ് ആണ്, വ്യഭിചാര പുത്രനാണ് നിന്റെ പ്രവാചകൻ. മുനീറെ അടങ്ങിയേറി, ആദ്യം ഇത് തെളിയിക്കട്ടെ. നിന്റെ കള്ളപ്രവാചകനായ ഈ വൃത്തികെട്ട അപ്പം മരിച്ചിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു ബാസ്റ്റേർഡ്, ഒരു വ്യഭിചാര പുത്രനാണ് നിന്റെ പ്രവാചകൻ എന്നുള്ള കാര്യം ഞാൻ തെളിയിക്കും. ആദ്യം ഈ വിഷയത്തിൽ ഞാൻ ഉണ്ടല്ലോ പിതാവ് പറയുന്നുണ്ടല്ലോ, പിതാവ് പറയുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ പിതാവ് ആരാണ് എന്ന് വളരെ വ്യക്തമായി പിതാവായ ദൈവം തന്നെ പറയുന്നുണ്ട്. അബ്ദുള്ളേ, ഞാൻ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞടാ അബ്ദുള്ളേ. മുത്തയ്ക്കുണ്ടായവനെ അടങ്ങിയിരി. മുത്തയ്ക്കുണ്ടായവനെ ഞാൻ പറയുന്നത് ആദ്യം നീ കേൾക്ക്. മുത്തയ്ക്കുണ്ടായവനെ നീ മൈക്ക് എടുക്കത്തില്ല. ആദ്യം ഞാൻ പറഞ്ഞതിന് ഉത്തരം അബ്ദുള്ളെ, ഞാൻ നിനക്ക് മൈക്ക് എടുക്കാൻ നിന്നെ അനുവദിക്കത്തില്ല. മുത്തയ്ക്കുണ്ടായവനെ വ്യഭിചാരത്തിൽ ജനിച്ച അപ്പം മരിച്ചിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം അല്ല, ബൈബിൾ പറയുന്നുണ്ട്, പിതാവാം ദൈവം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന് യേശുവിനെ വിളിക്കുന്നത്. എടാ മുത്തയ്ക്കുണ്ടായവനെ നീ അത് തെളിയിക്കാൻ പറ്റുമോ? നിനക്ക് അത് തെളിയിക്കാൻ പറ്റുമോ? നീ മൈക്ക് എടുക്കത്തില്ല. പ്ലീസ് നമുക്ക് സംസാരിക്കാം മുനീറെ, നമുക്ക് ശരിയാക്കാം, എല്ലാം തീരുമാനാക്കാം മുനീറെ. മിണ്ടായിരിക്കും മുനീർ, ഒരു പ്ലീസ് വെയിറ്റ്. മുത്തയ്ക്കുണ്ടായവനെ ഒന്ന് അടങ്ങിയിരി. ജെന്റിൽ സംസാരിക്കുമല്ലേ, ഞാനല്ല സംസാരിക്കുന്നത്. നീ ജെന്റിൽ ബ്രദർ മര്യാദയ്ക്കാ സംസാരിക്കുന്നേ. ഞാൻ ഗിയർ മാറ്റി സംസാരിക്കുന്നു നിന്നോട്. എടാ മുത്തയ്ക്കുണ്ടായവനെ അടങ്ങിയിരിക്കണം. മുത്താബോയ് നാട്ടുകാരുടെ മുൻപിൽ 3 രാത്രിയിലത്തേക്ക് ഏതോ ഒരുത്തൻ ഉണ്ടായവനെ അടങ്ങിയിരിക്കടാ അവിടെ. ഏതോ ഒരുത്തൻ ഉണ്ടായവനാണ് മുത്താബോയ്. നിന്റെ പ്രവാചകനെ പോലെ ഏതോ ഒരുത്തൻ അപ്പം മരിച്ചിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായവനെ അടങ്ങിയിരി. നീ മൈക്ക് എടുക്കത്തില്ല, നിനക്ക് മൈക്ക് എടുക്കാൻ അനുവദിക്കത്തില്ല. അടങ്ങിയിരി. നിന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. നിന്റെ മണ്ടയ്ക്ക് നീ തുണി എന്തിനായിട്ടുണ്ട് നടക്കുന്നത്? നമുക്ക് സംസാരിക്കാം മുനീറെ. ഇങ്ങനെ വെറുതെ സംസാരം, രണ്ടുപേരുടെ സംസാരം ആരും കേൾക്കൂല മുനീറെ. താങ്കളുടെയും കേൾക്കൂല, നാസറിന്റെയും കേൾക്കൂല. വെയിറ്റ് ചെയ്യും മുനീറെ, നമുക്ക് സംസാരിക്കാം മുനീറെ. ഇറിറ്റേറ്റഡ് ആവില്ല. ഞാൻ നിങ്ങളുടെ സംസാരം കൂടി വെയിറ്റ് ചെയ്യും മുനീറെ. ഞാൻ ഒന്ന് അടങ്ങിയിരി മുനീറെ. അടങ്ങിയിരി മുത്താബോയ്, അടങ്ങിയിരി. ഒരു കാര്യം, ഒരു ഡിസ്കഷനിലേക്ക് വരാൻ പോവാ. നീ ഒന്ന് അടങ്ങിയിരി. നീ വെള്ളം കുടി, വേണമെങ്കിൽ വെള്ളം കുടി. എല്ലാം സോൾവ് ചെയ്യാം മുനീറെ. ഡിസ്കഷൻ ചെയ്യാൻ കഴിയുമോ? നിന്നെ കൊണ്ട് ഡിസ്കഷൻ ചെയ്യാൻ കഴിയുമോ? യെസ്, നോ? ഡിസ്കഷൻ ചെയ്യാനുള്ള കഴിവുണ്ടോ നിനക്ക്? ഡിസ്കഷൻ ചെയ്യാനുള്ള കഴിവുണ്ടോ നിനക്ക്? ഉണ്ട്. നീ ഇപ്പം പറഞ്ഞതിന് തെളിവ്, നീ ഈ പാന്തറിന്റെ വിഷയത്തിൽ നീ ഒന്ന് തെളിവ് കൊണ്ടുപോവാ. അബ്ദുള്ളെ, പാന്തറിന്റെ വിഷയത്തിൽ നീ തെളിവ് കൊണ്ടുപോവാ. അബ്ദുള്ളെ,
കൊണ്ടു തന്നില്ല നിനക്ക് യേശുവിന്റെ പാൻതേറയുടെ വിഷയത്തിൽ അബ്ദുള്ളെ നീ തെളിവ് കൊണ്ടുവാ. നീ ഇപ്പം യേശുവിന്റെ പറഞ്ഞതിന് തന്തയാണ് നീ 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 യേശുവിന്റെ മുത്താനിക്കായിൽ തന്തയാണ് ഉണ്ടായവൻ അല്ലെങ്കിൽ നീ പറഞ്ഞാല് തെളിവ് കൊണ്ടുവാ. ഇത് അതെ, പറയൂ യേശുവിന്റെ യേശുവിന്റെ അപ്പനെ തന്ത പറ്റിയാണ്, ആരാണ്? പിതാവിനെ പറ്റിയാണ് പറയുന്നത്. പിതാവാം ദൈവം യേശുവിന്റെ പറയുന്നു, ഇവൻ തന്ത ആരാണ് എന്റെ പ്രിയ എന്ന് നീ പുത്രൻ, പറയൂ. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ തെളിവ് ഞാൻ കൊണ്ടുവാ ഉത്തരം പറഞ്ഞു. യേശുവിന്റെ തന്ത ബൈബിളിൽ നിന്നാണ് ആരാണ്? ഉത്തരം പറഞ്ഞത്. ബൈബിളിൽ നിന്ന് നീ ഉത്തരം പറഞ്ഞു. കൊണ്ടുവാ യേശുവിന്റെ ഇനിയും തന്ത. മുത്താനിക്കായിൽ ഉണ്ടായവൻ നീ എടാ, അല്ലെങ്കിൽ, ജെന്റിൽ നാസറിൻ ബ്രദർ, ഭായ്, നാസറിൻ ഇവനോട് ഭായ്, നീ ഇവനോട് നാസറിൻ ഭായ്, വേറെ ഒരു ഒന്ന് നീ അല്ല ഇവനെ അല്ല വെളിയിൽ അല്ല കളയാൻ വേണ്ടിട്ടാ ഇവൻ നീ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല നാസറിൻ ഭായ്, ഒരു വെയിറ്റ് ചെയ്യ് ഒരു തെളിവ് മിനിറ്റ്. കൊണ്ടുവാ, നാസറിൻ ഭായ്, തെളിവ് കൊണ്ടുവാ. ഓക്കെ, ആരാണ് യേശുവിന്റെ തന്ത? പുള്ളിക്ക് എന്താ പറയണ്ടെന്ന് പുള്ളി പറയട്ടെ. പുള്ളി പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് നമുക്ക് മൈക്ക് എടുക്കാം. പറഞ്ഞോളൂ മുനീറെ. നസറിനോടാണ് ചോദ്യം, യേശുവിന്റെ തന്ത ആരാണ്? അതൊന്ന് പറഞ്ഞതാ. അതാണ് എന്റെ ഓക്കെ, ചോദ്യം. ചോദ്യം ഒന്നാമത്തെ അത്രയല്ലേ ഉള്ളൂ. ചോദ്യം മൈക്ക് അത്രേ ഉള്ളൂ. മ്യൂട്ടാക്ക് പ്ലീസ്. ചോദ്യം കഴിഞ്ഞല്ലോ. നാസറിൻ ഭായ് ഉത്തരം കൊടുത്തോളൂ. ഉത്തരം സിമ്പിൾ ഉത്തരമാണ്. ഞാൻ ഉത്തരം വേണമെങ്കിൽ ബൈബിളിൽ നിന്ന് തന്നെ തരാം. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 17. എല്ലാവർക്കും വേണമെങ്കിൽ ബൈബിളിനകത്ത് എടുക്കാം, ഞാൻ വേണമെങ്കിൽ ബൈബിളിൽ നിന്ന് വായിക്കാം. ദേ, മത്തായിയുടെ സുവിശേഷം, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 3, മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വചനം. മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 17. ഓക്കെ, യേശു 15 തൊട്ട് വായിക്കാം. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. 16-ാം വചനം. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. 17-ാം വചനം. ഇനിയും സൂക്ഷിച്ചു കേൾക്കണം, ഇനി ഇത് പറയരുത്. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. മനസ്സിലായോ? ആ, ഇനിയും ഓക്കെ, പറയരുത്. നാസറിൻ ഭായ് മ്യൂട്ട് ആയിക്കോളൂ. നാസറിൻ ഭായ് ഒരു മിനിറ്റ്. മുനീറെ, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. ഇനി മുനീറിന് വേറെ ചോദ്യം ഉണ്ടോ? മുനീർ മൈക്ക് എടുത്തോളൂ. നസ്രീൻ ഭായ് വളരെ വ്യക്തമായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം തന്നു. ഇനി നസ്രീൻ ഭായിക്ക് മുനീറിനോട് ആദ്യം ചോദ്യം പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, തെളിയിച്ചോളൂ. മ്യൂട്ട് ചെയ്യരുത്, ആരും മ്യൂട്ട് ചെയ്യരുത്. ഞാൻ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് തെളിയിച്ചു തരാം. മുനീർ എന്താണ് തെളിയിക്കാൻ പോകുന്നത്? ഈ ബൈബിൾ അതായത് വാക്യം തെറ്റാണ് എന്നാണോ? ആ ബൈബിൾ വാക്യം ഞാനിപ്പോ ശരിയാക്കി തരാം. ശരിയാക്കി തരാം, ഒറ്റ അല്ല, മിനിറ്റ്. അത് തെറ്റാണ് അത് എന്നാണ് മുനീർ വെയിറ്റ് ചെയ്യേ. ഒരു മിനിറ്റ്, അത് എനിക്കത് ഞാൻ അറിയാൻ ഇപ്പൊ വേണ്ടിയിട്ടാ. തെളിയിച്ചു തരാം. ഒരു ഒറ്റ മിനിറ്റ്, ഒരു മുനീർ ഒറ്റ വെയിറ്റ് മിനിറ്റ്. ചെയ്യ്. മുനീർ വെയിറ്റ് അതെ, ചെയ്യേ, ഒരു എന്നോട് മിനിറ്റ് മൈക്ക് എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ എന്നെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് അത് ശരിയല്ലല്ലോ. വെയിറ്റ് ചെയ്യല്ല. ഞാനതിപ്പോ നിങ്ങളുടെ തെളിയിച്ചു വെയിറ്റ് ചെയ്യാൻ എനിക്ക് മുനീർക്കല്ലേ റെസ്പോൺസ് ആണ് പറഞ്ഞത്? അറിയേണ്ടത്. മുനീറെ, ഞാനിത് അല്ല, മൂഡ് ഒരു ചെയ്യാനാണ്, മിനിറ്റ് നിങ്ങൾ. വെറുതെ വാചകടിക്കണ്ട, സമയം അല്ല കളയാതിരിക്കാനാണ്. അല്ല അല്ല, മുനീറെ, ഒരു ഒറ്റ മിനിറ്റ്. മുനീർ ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യ്. വചനം എടുക്കട്ടെ, മുനീർ മൈക്ക് വചനം മ്യൂട്ട് ചെയ്യ്. എടുക്കട്ടെ. മുനീർ മൈക്ക് മ്യൂട്ട് ചെയ്യ്. ഓക്കെ, ഇപ്പൊ മുനീർ ഇവിടെ തെളിയിക്കാൻ പോകുന്നത് ഈ ബൈബിൾ വാക്യം തെറ്റാണ് എന്നാണോ, അതോ നാസറീൻ വായിച്ച ബൈബിൾ വാക്യം ബൈബിളിൽ ഇല്ല എന്നാണോ? അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. മുനീറിന് ചോദ്യം മനസ്സിലായോ? നസറീൻ ബ്രദർ വായിച്ച വാക്യം ബൈബിളിൽ ഇല്ലാത്തതാണ് എന്നാണോ മുനീർ പറയുന്നത്? ഇദ്ദേഹം ഈ വചനം തെറ്റാണ് എന്നല്ലേ പറഞ്ഞത്? അതെ 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 അതെ. ഈ വചനം തെറ്റാണെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ? ഇത് ബൈബിളിൽ ഇല്ലാത്ത വാക്യമാണ് എന്നാണ് ഉദ്ദേശിച്ചത്? എനിക്കൊരു ഡൗട്ട്. മുനീറെ, താങ്കൾക്ക് കേൾക്കാവോ? यार पता है दिक्कत पता है क्या है? सुअर से सुअर की तरह ही बात की जा सकती है, उससे इंसान की तरह बात नहीं कर सकते. छोड़ दो भाईजान, सुअर ठीक है. को सुअर से की तरह ही बात करनी पड़ती है, इसीलिए. नो, देख लेंगे कितने तक जाएंगे, तो इसलिए तो छोड़ दे. മുനീർ ഓക്കെ, മുനീർ എന്നാൽ താഴത്ത് പോയിരുന്നോളൂ. ഇപ്പൊ നിങ്ങളെ താഴത്തേക്ക് ആക്കുന്നത് ജെന്റിലാണ്. ജെന്റിൽ അങ്ങനെ ചെയ്യാറില്ല. താങ്കളോട് ഇത്രയും നേരം ചോദിച്ചിട്ടും താങ്കൾ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ താങ്കൾക്ക് 5 സെക്കൻഡ് സമയം തരാം, മൈക്ക് എടുക്കാം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരണം, ഇവിടെ ഡിബേറ്റ് തുടരുകയാണെങ്കിൽ. മുനീർ, താങ്കളുടെ മൈക്ക് മ്യൂട്ടാണ്. താങ്കൾ അറിയാതെ ആണെന്നുണ്ടെങ്കിൽ 5 സെക്കൻഡ് സമയം മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ. 5, 4,
3. അല്ലേ, അത് നിർത്ത് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ബൈബിൾ വചനം വെച്ചിട്ട് തന്നെ ഞാൻ തെളിയിക്കാൻ പോവാണ് നിങ്ങൾ പറഞ്ഞ തെറ്റാണ് എന്നുള്ളത്. തുടർന്നോളൂ. തുടരാം. ഞാൻ മ്യൂട്ട് ചെയ്യരുത് ഇനി, കാരണം ഇത് ഈ ബൈബിൾ വചനം ഒന്ന് എടുക്കട്ടെ, ഇത് സംഭവം അപ്പൊ ഒന്ന് മുനീർ എടുക്കണല്ലോ. ഇപ്പൊ പറഞ്ഞതിപ്പോ ഇപ്പൊ നാസറിൻ ബ്രദർ വായിച്ച വചനം തെറ്റാണ് എന്നാണ് തെളിയിക്കാൻ പോകുന്നത് അല്ലേ? തെറ്റാണ് എന്നല്ല, അതിലൊക്കെ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ശരി, പറഞ്ഞോളൂ. ഓക്കെ. നാസറിൻ ഭായ്, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. JCB യു ഹിയർ? JCB ഇല്ല. എന്നാ കേട്ടോളൂ കേട്ടോ. കേൾക്കാമോ? ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസാഫിന് വിവാഹം ആദ്യം നിശ്ചയിക്കപ്പെട്ട ശേഷം റെഫറൻസ് അവർ മുനീർ ബ്രദർ, ഇവിടെ നസ്രീം ബ്രദർ പറഞ്ഞപ്പം മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 15 എന്ന് പറഞ്ഞു എന്നതുപോലെ താങ്കൾ വായിക്കുന്ന ഭാഗം മുന്നോട്ട് വെച്ചാൽ ഞങ്ങൾക്കും അത് നോക്കി ശ്രദ്ധിക്കാം. താങ്കൾ ആ അധ്യായം ഒന്ന് പറയോ? മുനീർ, നിങ്ങളെ ഞാനാണ് താങ്കളുടെ മൈക്ക് മ്യൂട്ടാക്കിയത്. മ്യൂട്ടാണ്. മൈക്ക് മുനീർ എടുക്ക്. സംസാരിക്കുന്നത് കേൾക്കാനില്ല. മുനീർ, താങ്കളുടെ മൈക്ക് മ്യൂട്ടാണ്. താങ്കൾ സംസാരിക്കുന്നത് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് കളിക്കല്ലേ. ഒരു വചനം തെളിവ് തരുമ്പോ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് കളിച്ചാൽ എങ്ങനെ? വചനം മ്യൂട്ട് ചെയ്ത് കളിക്കുന്നതല്ല നിങ്ങൾ മുനീറെ. മ്യൂട്ട് ചെയ്ത് കളിക്കല്ലേ. ഞങ്ങൾ ഞാൻ പറഞ്ഞു, പറഞ്ഞ ഞാൻ ഇത് വചനാണ് വായിക്കുന്നത്. ബൈബിൾ വചനം കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഇത്ര അസ്വസ്ഥത മുനീറെ വരുന്നത്? വെയിറ്റ് ചെയ്യൂ. മോശമാണ് കേട്ടോ. താങ്കൾ ബൈബിൾ വചനം വായിച്ചോളൂ. ആ വായിക്കുന്നതിന് മുമ്പ് എവിടെ നിന്നാണ് വായിക്കുന്നത് എന്ന് അധ്യായവും വാക്യവും ആദ്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് എടുക്കാൻ സാധിക്കും. അത് അവസാനം അത് പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ആദ്യം അല്ല, തന്നെ ആ പറയാൻ കുഴപ്പമെന്താണെന്ന് വാശി വെച്ചാൽ എടുക്കല്ലേ. അത് നിങ്ങൾ ഞാൻ ഈ വായിക്കുന്നത് പറയുന്ന ആളെ ഇഷ്ടമല്ലേ. ഞാൻ വചനം വായിച്ചു കഴിഞ്ഞാൽ എല്ലാ തെളിവും വെക്കും. വെറുതെ പറഞ്ഞു പോവില്ല. മുനീറെ, ഞങ്ങൾക്ക് തെളിവ് തരൂ. ജെന്റിൽ ബ്രദറെ, നിങ്ങൾ സമാധാനപരമായിട്ട് കേൾക്ക്. ഞാൻ വചനം വായിച്ചു കഴിഞ്ഞാൽ അത് ഇതിനേക്കാളും എവിടുന്നാണ് ഏത് വചനം സമാധാനപരമായിട്ട് പറഞ്ഞിട്ടേ എനിക്ക് പോകൂ. സംസാരിക്കാൻ അറിയില്ല അപ്പൊ ഞാൻ ബ്രദറെ. ഇവിടുന്ന് പോവില്ല. പ്ലീസ്, നിങ്ങൾ എന്നെ പുറത്തെറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമ കാണിക്ക്. താങ്കൾ ഒരു വചനം തെളിവ് എടുത്താണ് തരൂ. വായിക്കുമ്പോ അതിനെ അയക്കാതെ നിങ്ങൾ ഈ ബൈബിൾ അസഹിഷ്ണുത റെഫറൻസ് കാണിച്ചിട്ട് പറയൂ. എന്താണ് കാര്യം? ഞങ്ങൾക്ക് അത് എടുക്കണം. അത് എടുത്തിട്ട് അത് താങ്കൾ ഞാൻ വായിക്കുന്നത് വായിച്ചു കഴിഞ്ഞിട്ട് എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളും വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നെ എടുത്ത് എറിയാതെ ഞാൻ ഈ റൂമിൽ നിന്ന് പോവില്ല. എന്റെ അത് മുനീർ, നിങ്ങൾ നിങ്ങൾക്ക് ഇത് പേടിക്കണ്ട. പറഞ്ഞ എന്താ കുഴപ്പം? ഏതായാലും താങ്കൾ എന്താ വായിക്കാൻ അവസാനം പോകുന്ന വചനം ഭാഗമാണ്. വായിച്ചു കഴിഞ്ഞാൽ അവസാനം പറഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വചനം വായിച്ചു കഴിഞ്ഞിട്ട് ഇന്ന വാക്കാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളെ റൂട്ടിൽ തന്നെ ഞാൻ പോകണം. നിങ്ങൾ എന്താണ് വാശി കുഴപ്പമെന്ന് ഞാൻ എടുക്കുന്നില്ല. പറഞ്ഞു തരാം. ഞാൻ എന്റെ താങ്കൾ റൂട്ടിൽ പോയിക്കോട്ടെ. വായിക്കുമ്പോ മുനീറെ, അത് ഞാൻ താങ്കൾ വചനം വായിച്ചു വായിക്കുമ്പോ കഴിഞ്ഞിട്ട് ഏതാണ് അധ്യായം ഏതാണൊക്കെ പറഞ്ഞിട്ടേ പോകൂ. അല്ലാതെ നമ്മൾ പോവില്ല. നിങ്ങൾ പറയുന്ന രൂപത്തിൽ തന്നെ ഞാൻ പറയുന്നത്. അങ്ങനെ വാശി പിടിക്കല്ലേ ജെന്റിൽ ബ്രദറെ. നിങ്ങൾ പേര് എനിക്ക് തന്നെ ജെന്റിൽ വാശിയാണ് ആ ബ്രദർ. കാര്യത്തില്. എന്തുകൊണ്ടാണെന്ന് എന്നാ ചോദിച്ചാൽ വാശി, ഞാനൊരു ഈ വചനം റൂമിലുള്ള വായിച്ചിട്ട് എവിടെയാണ് ഉള്ളത് പറഞ്ഞിട്ടേ പോകൂ. അല്ലാതെ ഒരു ഈ വചനം വായിച്ചു റൂമിൽ കഴിഞ്ഞാൽ ഈ ഞാൻ വചനം റൂമിൽ വായിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് കോട്ട് ചെയ്തത് പറഞ്ഞിട്ടേ ഞാൻ പോകും. അതുകൊണ്ട് താങ്കൾ ഒന്ന് മ്യൂട്ട് ചെയ്താൽ എനിക്ക് ആ വചനം എടുക്കായിരുന്നു. അല്ലാതെ ഞാൻ വെറുതെ ഇവിടെ വെച്ചാണ്ട് ഒന്നും വെച്ചാണ്ട് പോവില്ല. ഓക്കെ, നീ മ്യൂട്ട് ചെയ്യല്ലേ. മുനീർ വചനം പറയാതെ എവിടെ നിന്നാണ് വായിക്കുന്നത് എന്ന് പറയാതെ വായിക്കരുത്. ക്ലിയർ ആണല്ലോ? എവിടെ നിന്നാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം വായിക്കുക. താങ്കൾ തെറ്റ് വായിക്കുന്നുണ്ടോ, ഇടയിൽ വല്ലതും ചേർത്ത് വായിക്കുന്നുണ്ടോ എന്നറിയാനായിട്ടാണ് ഇത് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വചനമാണ് ഞാൻ വായിക്കുന്നത്. താങ്ക് കേട്ടോളൂ. യു സോ മച്ച്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ 6 കേട്ടോളൂ മിനിറ്റ് കളയണമായിരുന്നു. ഓക്കെ, എന്നാൽ മത്തായിയുടെ യേശു സുവിശേഷം ക്രിസ്തുവിന്റെ 1-ാം അധ്യായം 18ാമത്തെ വാക്യോ? ഓക്കെ, 18-ാമത്തെ വചനം 18-ാമത്തെ 18ാമത്തെ വചനം. വാക്യം. നസ്രീൻ, യു ഹാവ് എന്നാൽ ദി ബൈബിൾ യേശു വിത്ത് ക്രിസ്തു, യു? കേട്ടോളൂ. ഞാൻ എടുത്തിട്ടുണ്ട് ബ്രദറെ, എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാ ഞാൻ പോയിക്കോളൂ. വായിക്കാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അപ്പൊ പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായത്. അപ്പൊ എങ്ങനെയാ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് തമ്മില് ഒന്നെങ്കിൽ പറയണ രണ്ടു വിധത്തിൽ ബൈബിളിൽ പറഞ്ഞു, അതെ, അല്ലെങ്കിൽ പറയണ പരിശുദ്ധാത്മാവാണ് അപ്പൊ എന്ന് പറയേണ്ടി വരും. പരിശുദ്ധാത്മാവ് ദൈവത്താൽ ഗർഭിണിയായി. ഗർഭത്താൽ ദൈവത്താൽ ഗർഭിണിയായി. പരിശുദ്ധാത്മാവിനാൽ എന്നാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ആരാണ്? നിങ്ങൾ പറയൂ. എന്താണ് ബൈബിൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് ആരാണ്? ആരാണ് നിങ്ങൾ പറയും. ഇവിടെ എഴുതി വെച്ചതാണ് ഞാൻ വായിച്ചത്. ഞാനത് എന്റെ ദൈവം, കൂട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഒരു മിനിറ്റ്, രണ്ടുപേരും മുനീറെ, മുനീർ ഒരു ചോദ്യം ചോദിച്ചു. മുനീർ ഒരു ചോദ്യം ചോദിച്ചു. ഇനി നാസറീൻ അതിന് ഉത്തരം തരും. താങ്കൾ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. അല്ല, അപ്പൊ ഇവിടെ ഇദ്ദേഹം ചോദിച്ചു, മുനീർ മൈക്ക് മ്യൂട്ട് ചെയ്യൂ.
യാ മുനീർ മൈക്ക് മ്യൂട്ട് ചെയ്താലേ ഇതിനുള്ള ഉത്തരം തരുന്നുള്ളൂ. ഞാൻ തിരിച്ചു വെച്ചോ, ഞാൻ ആ വചനം മുനീർ കേൾക്കാൻ പോയിരുന്നു. മൈക്ക് നിങ്ങളൊരു ക്ഷമ മ്യൂട്ട് കാണിക്ക്, ചെയ്യൂ. ക്ഷമ ഞാൻ ഇത്ര കാണിക്ക്. മാന്യമായിട്ട് താങ്കളോട് കേൾക്കുന്നതാണ്. പറയുമ്പോൾ താങ്കൾ അത് ചെയ്യണം പ്ലീസ്. മൈക്ക് മ്യൂട്ട് ചെയ്യൂ. താങ്ക് യു. നാസറിൻ തുടർന്നോളൂ. നാസറിൻ യാ ഉത്തരം പറഞ്ഞു കഴിക്കുന്നത് വരെ മുനീർ ഇടപെടരുത്. താങ്ക് യു. യാ ഗോ ഹെഡ് ഇദ്ദേഹം നാസറിൻ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞ വചനം ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ എനിക്ക് വായിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ പറയുന്നത്, എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഷി വാസ് ഫൗണ്ട് വിത്ത് ദ ചൈൽഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ആരാണ്? ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ, പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും പരിശുദ്ധാത്മാവ് ദൈവമാണ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇനി പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളതിന് ഞാൻ തെളിവ് കൊണ്ടുവരണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ തെളിവ് തരാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നിങ്ങൾ എടുക്കുക. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ ഒരു മിനിറ്റ് നിൽക്കുക, ഞാൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എടുക്കാം. ആരെങ്കിലും ഒന്ന് ബൈബിൾ ഒന്ന് എടുത്തൊന്ന് സഹായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. Can you pick up the verse where Hananiah they are selling a land and then they are cheating the Holy Spirit. Let me just pull up that verse. Just give me a minute. അപ്പോസ്തല പ്രവൃത്തി അഞ്ചാമത്തെ അധ്യായം 5 തന്നെ. 5-ാമത്തെ അധ്യായം എടുത്തോ. You want me to read it for you or? അതിന്റെ ബ്രദറെ 3, 4, 5 വാക്യങ്ങളൊന്ന് മലയാളത്തിലൊന്ന് വായിച്ചു തരും. നാസറിൻ ഭായി, എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ഈ ക്ലബ് ഹൗസിന്റെ സ്ക്രീനിൽ നിന്ന് മാറിയാല് ഞാൻ കുഴപ്പമില്ല ബ്രദറെ, ഞാൻ എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായം. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായം അതിന്റെ 3 തൊട്ടുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അപ്പം പത്രോസ് അനനായസിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത്? നീ എന്തിനാണ് ഈ പൈസ നീ മാറ്റിവെച്ചത്? 4-ാമത്തെ വചനം. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സു വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. സൂക്ഷിച്ചു കേൾക്കുക. മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ആരോടാണ്? 3-ാമത്തെ വചനത്തിനകത്ത് പറയുന്നത്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തിൽ കൈവശമാക്കിയത് എന്ത്? 4-ാമത്തെ വചനത്തിൽ പറയുന്നു, മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചിരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിലാണ് മറിയം ഗർഭിണിയായത്. അതുകൊണ്ടാണ് പിതാവാം ദൈവം പറയുന്നത്, പിതാവാം ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി. അതുകൊണ്ടാണ് പിതാവാം ദൈവം മത്തായിയുടെ സുവിശേഷത്തിനകത്ത് പറയുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സിമ്പിൾ. നാസറിൻ മ്യൂട്ട് ചെയ്തോളൂ. വളരെ വ്യക്തമാണ്. മുനീർ, താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഇപ്പൊ ഈ വായിച്ച വചനത്തില് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, നിങ്ങൾ മുനീർ മ്യൂട്ട് ചെയ്തോളൂ. ആളുകളെ മുനീർ മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചോദ്യമാണ്, ഞാൻ ഉത്തരം പറയണം. ജനറൽ ബ്രദർ ആദ്യം ചോദ്യമാണ് ചോദിച്ചത്. പക്ഷേ ഇല്ല, മുനീർ ചോദിച്ചു കഴിയട്ടെ. മുനീറിനെ ഞങ്ങൾക്ക് ഓക്കെ പറഞ്ഞോളൂ. മുനീർ പറഞ്ഞോളൂ. ഇത് ശരിയല്ല, എന്നോട് പറയാൻ പറഞ്ഞാണ്. പിന്നെ ഞാൻ എന്താണ് തെറ്റെന്താണെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അല്ല, നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് എനിക്ക് പറയാനുള്ള മാത്രമേ ഞാൻ മുന്നോട്ട്. ജനറൽ ബ്രദർ, ഇപ്പം ശുദ്ധ വൃത്തികേടാണ് ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഖുറാനിനകത്തും ഇസ്ലാമിനകത്തും കയറിയില്ല. റൂമിന് പുറത്തു മുനീറെ ജെന്റില പറയുന്ന റൂമിന് പുറത്തു മാന്യമായിട്ട് സംസാരിക്കണം. മാന്യമായിട്ട് സംസാരിക്കണം. വെയിറ്റ് ചെയ്യും. പറഞ്ഞ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുമ്പ് നിങ്ങൾ മ്യൂട്ട് ചെയ്തല്ലെങ്കിൽ ശരിയാകുമായിരുന്നു. മുനീറെ
ഞാനാണ് ജെന്റിൽ ബ്രദറെ മുനീറിനെ ഇദ്ദേഹം താഴ്ത്തി കാണിച്ചത് ഇപ്പം വെറും ശുദ്ധ I know, വൃത്തികേടാണ്. I know, ക്രിസ്ത്യാനികൾക്ക് I think. ഉത്തരമില്ല എന്ന് ഇവന്മാർ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവൻ വന്നിട്ട് ഞാൻ ഇസ്ലാമിനകത്ത് കയറിയിട്ടില്ല. എന്റെ ബൈബിൾ വെച്ചിട്ടാണ് ഞാൻ തെളിയിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ് ദൈവമാണ് ദൈവമാണ്. നീ എവിടെ നിന്നാണ് നിങ്ങൾ ഇത് വായിക്കുന്നതും കേൾക്കുന്നതും മുസ്ലിങ്ങളെ? തലച്ചോറ് കൊണ്ടും തലച്ചോറിന്റെ ഇടയിലുള്ള ഈ രണ്ട് ചെവിയുടെ ഭാഗം കൊണ്ടാണോ അതോ നിങ്ങൾ ആസനം കൊണ്ടാണോ നിങ്ങൾ ഈ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായം 3-4 മൂന്നാമത്തെ വചനം പിന്നെയും വായിക്കാം. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? 4-ാമത്തെ വചനം. അത് വിൽക്കും മുൻപേ നിന്റേതല്ലായിരുന്നുവോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സു വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. മുകളിൽ പറഞ്ഞത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു, അടുത്ത വചനത്തിൽ പറയുന്നത് ആ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നാണ്. ഇതുപോലും മനസ്സിലാക്കാൻ കഴകത്തില്ലാത്ത വിവരം കേട്ട ഒരു മുസ്ലിമിന്റെ മുൻപിൽ ഞാൻ ഇത്രയും പാവനമായി എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവവചനം നിന്റെ മുൻപിൽ എറിഞ്ഞിടാൻ എനിക്ക് ശരിക്കും നാണം വന്നു. അതുകൊണ്ടാണ് പറയുന്നത് പന്നികളുടെ മുൻപിൽ മുത്തെറിയാൻ പാടില്ല. എന്നിട്ട് ഞാൻ ഈ വചനം എടുത്തത്. ഞാൻ അപ്പോളജറ്റിക്സ് ചെയ്യാറില്ല, പൊളിമിക്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. എന്നിട്ട് എന്നെ കൊണ്ട് നീ അപ്പോളജറ്റിക്സ് ചെയ്യിപ്പിച്ചു. മനസ്സിലായോ? ഓക്കെ മുനീറെ താഴ്ത്തിട്ടല്ല മുനീറെ ഇനിയും നിങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ നിങ്ങളെ ഞാനിപ്പോ താഴത്തേക്കേ വിട്ടുള്ളൂ. താങ്കൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ താങ്കൾ ഈ റൂമിൽ നിന്ന് ഞാൻ പുറത്താക്കും. താഴെട്ടിട്ടല്ല മുനീർ പോവുകയാണേ. മുനീർ ഇനി ഞാൻ പറയാതെ മൈക്കെടുത്താൽ മുനീർ ഇവിടുന്ന് പുറത്താണ്. മുനീറെ ഞാൻ പറഞ്ഞു, മുനീർ റൂമിൽ നിന്ന് പുറത്താകും. പ്ലീസ്. മുനീറെ ജെന്റിൽ ബ്രദർ മോഡറേറ്റർ ആണ്, അദ്ദേഹം ഉത്തരം ഒന്നും പറയുന്നില്ല. ഞാനാണ് ഉത്തരം പറയുന്നത്. ജെന്റിൽ ബ്രദർ മോഡറേറ്റ് ചെയ്യുന്ന കോൺവെർസേഷൻ. ഒരു മിനിറ്റ് ഞാൻ ഇത് ഈ നല്ലൊരു ഡിബേറ്റ് ആയിട്ട് ഡിസ്കഷൻ ആയിട്ടോ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയിട്ടാണ് മുനീർ. നസ്രീൻ ഭായിക്ക് കൊടുക്കുന്നതിനേക്കാളും സമയം ഞാൻ താങ്കൾക്കാണ് തരുന്നത്. അതും താങ്കൾ ശ്രദ്ധിക്കണം, താങ്കളെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. മുനീറെ ഇപ്പം നസ്രീൻ ഭായി എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു, പരിശുദ്ധാത്മാവ് ദൈവമാണോ അല്ലയോ എന്നുള്ളതിന്. മുനീറിന് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുനീറിന് മൈക്കെടുക്കാം, ചോദ്യം ചോദിക്കാം. ഇപ്പൊ പറഞ്ഞ വചനത്തിൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ എന്താ അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് അത് ആക്കി തീർത്തതാണ്. ഞാൻ വായിച്ചുതരാ വചനം. ഒരു മിനിറ്റ് കേട്ടോ, മ്യൂട്ടി ആക്കരുത്. ഞാൻ ആ വചനം ഒന്നുകൂടി നിങ്ങൾക്ക് വായിച്ചുതരാം. വായിച്ചോളൂ. അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായം വായിക്കുന്നു. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിനു നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഇവിടെ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് എവിടെയുള്ളത്? ഒന്ന് കാണിച്ചു തരൂ. ഇത് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് എഴുതിയിട്ടുണ്ടോ? 3-ാമത്തെ വചനത്തിൽ ആരോടാ വ്യാജം കാണിച്ച്? എന്നെ 3-ാമത്തെ വചനത്തിനകത്ത് ആരോടാ വ്യാജം കാണിച്ച്? 3-ാമത്തെ വചനത്തിൽ ഞാൻ വായിച്ചില്ലേ? അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും. ആരോട് വ്യാജം കാണിച്ചു? ആരോട് വ്യാജം കാണിച്ചു? ആരോട് വ്യാജം കാണിച്ചു? ആരോട് വ്യാജം കാണിച്ചു? ഞാൻ അതാ വായിക്കണത്. ആരോട് വ്യാജം കാണിച്ചു? ഞാനിത് വായിക്കണം. ആരോട് വ്യാജം കാണിച്ചു? നസീം ഭായി പുള്ളി വായിക്കട്ടെ. വെയിറ്റ് ചെയ്യും നസീം ഭായി, വെയിറ്റ് പ്ലീസ്. നമുക്ക് സോൾവ് ചെയ്യാം, നമുക്ക് ഡീസന്റ് ആയിട്ട് സോൾവ് ചെയ്യാം. മുനീർ വായിച്ചോളൂ.